അതിൽ അഭിനയിച്ച ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഇക്ക ആയിക്കോട്ടെ, അല്ലാതെ കണ്ടവരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു അതിൽ ഭയങ്കര രസമുണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു, എല്ലാം വന്നു, നിങ്ങൾ ഭയങ്കര പൊളിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് വിശ്വാസം വന്നിട്ടില്ല. പിന്നെ എന്റെ പോസ്റ്ററിൽ ഫോട്ടോ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇതിനകത്ത് മെയിൻ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പോസ്റ്ററിൽ ഫോട്ടോ. ഞാനെല്ലാം ഭയങ്കര പക്വതയുള്ള പാകതയുള്ള ഇരുത്തം വന്നൊരമ്മ അല്ലെങ്കിൽ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നു. പക്ഷെ എന്റെ കെട്ടിയോളാണമ്മയുടെ കേൾക്കേണ്ട തനി സ്വഭാവം. ആൾക്കാർ ഞാൻ വലിയ സീരിയസ്ലി ചെയ്യുമ്പോൾ എല്ലാവരും ചിരിച്ചു എന്ന് കേൾക്കുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കഥാപാത്രത്തിന് ലക്കും ലഗാനും ഇല്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ പറ്റും. ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഏറ്റവും നല്ല ടൈമിങ്ങോട് ചെയ്ത ആ ആനയാണ്. ഇപ്പൊ രാവിലെ 7:30 കോൾ ഷീറ്റ് പറഞ്ഞിട്ട് അവൻ 7:15 എത്തി. ആന പ്രസന്റ് ആണ്. അവൻ മിടുക്കനായിരുന്നു. അവൻ 7:30 വന്ന് രാത്രി പോകുമ്പോൾ ഞാൻ 2 ദിവസം പ്ലാൻ ചെയ്തതാണ്. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ സീനും തീർത്ത് പോയി. ഒറ്റ പ്രശ്നമുള്ള ഇടയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം. മനുഷ്യ ആദ്യം അത് കൊളാബ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടത്. നിങ്ങൾ എടുത്ത് നോക്ക് അത് കൊളാബാണോ സ്റ്റോറി ആണോ. അവിടെ ഇവിടെ ആയി നോക്കി നടന്നിട്ട് ഓരോന്നും പറഞ്ഞു. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ച് പോകാം. അപ്പോൾ ഈ നെക്സ്റ്റ് ഏറ്റവും അടുത്ത് തിയേറ്ററിൽ റിലീസാകാൻ പോകുന്ന 24th റിലീസാകാൻ പോകുന്ന മൂവിയാണ് LURK, ലർക്ക് എന്ന് പറയുന്ന മൂവി. അപ്പോൾ ഐ എം വെൽക്കമിങ് മഞ്ജുചേച്ചി, നിഷാദക്ക ആൻഡ് സ്മിനി ചേച്ചി. വെൽക്കം. താങ്ക് യു. ഒരു ടൈറ്റിൽ ഇടുമ്പോൾ പിന്നെ ആളുകളുടെ ഇടയിൽ, പ്രത്യേക പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് ലർക്ക് എന്ന് പറയുന്നത്? ലർക്ക് എന്ന് പറഞ്ഞാൽ പതിയിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. അത് ഗൂഗിളിലൊക്കെ ചിലർ സെർച്ച് ചെയ്യുന്നുണ്ട്, ഇത് എന്തായിരിക്കും ഇങ്ങനെ പേരിടാൻ കാര്യം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. ഇറ്റ്സ് എ മസ്റ്റ് തിയേറ്റർ വാച്ച്. അതായത് ആനയുടെ സീക്വൻസ് മുഴുവൻ ലൈവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആനയുടെ സീക്വൻസ് ഉണ്ട് ഈ സിനിമയിൽ. അത് ലൈവായിട്ടിരിക്കുന്ന ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഏറ്റവും നല്ല ടൈമിങ്ങോട് ചെയ്ത ആ ആനയാണ്. ഇപ്പൊ രാവിലെ 7:30 കോൾ ഷീറ്റ് പറഞ്ഞിട്ട് അവൻ 7:15 എത്തി. ആന പ്രസന്റ് ആണ്. അവൻ മിടുക്കനായിരുന്നു. അവൻ 7:30 വന്ന് രാത്രി പോകുമ്പോൾ ഞാൻ 2 ദിവസം പ്ലാൻ ചെയ്തതാണ്. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ സീനും തീർത്ത് പോയി. ഒറ്റ പ്രശ്നമുള്ള ഇടയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം. അപ്പൊ ആന സീക്വൻസ് മുഴുവൻ ലൈവ് ചെയ്യാൻ പറ്റി എന്നുള്ള ഭാഗ്യം. നമ്മൾ ഗ്രാഫിക്സ് ഉണ്ട്, കടുവയുടെ ഒരു സസ്പെൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഭയങ്കര ചാലഞ്ചായിരുന്നു. കളക്ടർ മഞ്ജുചേച്ചിയാണോ ഇതിനകത്ത്? അല്ല, ഇതിനകത്ത് ആക്ച്വലി എനിക്ക് ക്യാരക്ടറും സംഭവങ്ങളൊക്കെ എനിക്കറിയാം. ഇത് നമ്മുടെ അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇക്ക സൂചിപ്പിച്ചിരുന്ന ഒരിതാണ്. പക്ഷേ എന്താ വെച്ചാൽ എപ്പോഴും ഇക്ക വിളിക്കുന്ന സമയങ്ങളിൽ ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ വർക്കിലാണെങ്കിൽ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇത് വിളിക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഇക്ക പറഞ്ഞ ഡേറ്റ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇക്ക ഞാൻ ഉണ്ടാവില്ല, ഇക്ക വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോ കുഴപ്പമില്ല, ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു പറ്റില്ല, നിന്റെ ഡേറ്റ്സ് പറ, നിന്റെ ഡേറ്റ്സ് പറ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഡേറ്റ്സ് പറഞ്ഞു. എൻ്റെ ഡേറ്റ്സ് പറഞ്ഞപ്പം ഞാൻ ഇപ്പം തന്നെ തിരിച്ചു വിളിക്കാം. എന്നിട്ട് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ശരി, ആ ഡേറ്റിന് ഞാൻ വർക്ക് ചെയ്യും. ഓക്കെ, ഞാൻ അവർ ഡേറ്റിൽ വർക്ക് ചെയ്യും. കാരണം എൻ്റെ മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു 4 ദിവസമേ വർക്ക് ചെയ്തുള്ളൂ അല്ലേക്ക. കാരണം ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഞാൻ ചെയ്തിട്ടില്ല. സ്ട്രോങ് ആണ്. കൂടുതലും എനിക്ക് രണ്ടാമത്തെ വരവിന് കിട്ടിയത് വളരെ ദുഃഖമുള്ള അമ്മ, ദാരിദ്ര്യമുള്ള അമ്മ, അങ്ങനെയുള്ള സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു സ്ട്രോങ് ലേഡി എന്നുള്ളൊരു മുഖമുള്ളത് കൊണ്ട് ചെയ്തു. ഇപ്പം പക്ഷെ കുറേ സ്ട്രോങ് ക്യാരക്ടേഴ്സ് റീസെൻ്റ് ആയിട്ട് കുറേ ചെയ്തു ഞാൻ. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് എനിക്ക് ആക്ച്വലി എനിക്കറിയില്ല ഈ സിനിമ എങ്ങനെ. ഞാൻ ഡബ് ചെയ്തപ്പോഴും എൻ്റെ പോർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. അപ്പോൾ ഈ സിനിമ പ്രിവ്യൂ ചെന്നൈയിൽ കഴിഞ്ഞപ്പം ഇതിൽ അഭിനയിച്ച ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഇക്ക ആയിക്കോട്ടെ, അല്ലാതെ കണ്ടവരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു അതിൽ ഭയങ്കര രസമുണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു, എല്ലാം വന്നു, നിങ്ങൾ ഭയങ്കര പൊളിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് വിശ്വാസം വന്നിട്ടില്ല. എപ്പോഴാണ് ഇത് കാണിക്കാൻ പോകുന്നത്? 24th റിലീസിന്റെ നമ്മൾ സെലിബ്രിറ്റി ഷോ അറേഞ്ച് ചെയ്തു. എനിക്ക് ആക്ച്വലി ഇപ്പോഴും എനിക്കറിയാലോ ഞാൻ എന്താ ചെയ്തു വെച്ചിരിക്കണെന്ന്. അപ്പം എനിക്കറിയാം അങ്ങനെ വലിയ അതിൽ ആക്ച്വലി എനിക്ക് അനുമോള്, TG രവി അങ്കിള്, പിന്നെ നിഷാദിക്ക,
പിന്നെ അതിൽ ഒരു ആർട്ടിസ്റ്റും കൂടെ നല്ല ഉഗ്രൻ ആക്ടറായിരുന്നു. നീത മനോജാണോ? അല്ലല്ലല്ല, ഈ അദ്ദേഹത്തിന്റെ പേര് മറന്നു. കള്ളുകൂടിയനായിട്ട് കുമാർ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫെമിനിച്ചി ഫാത്തിമയിലെ ഫെമിനിച്ചി ഫാത്തിമയിലെ അദ്ദേഹമല്ലേ പുള്ളി ഹസ്ബൻഡായിട്ട് ഉഗ്രൻ ആക്ടറാ പുള്ളി ഇതിനകത്തുണ്ട്. പുള്ളി ആക്ച്വലി ഇതിനകത്ത് അധികമൊന്നും അഴിഞ്ഞാടിയിട്ടില്ല, പക്ഷെ ഉള്ള ഭാഗങ്ങള് ഒരു കള്ളുകൂടിയുണ്ട്. എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നത്. പുള്ളി ഭയങ്കര നാച്ചുറൽ ആയിട്ട് അവാർഡ് വിന്നിംഗ് മൂവി ആയിരുന്നല്ലോ. തിയേറ്റർ ആക്ടറാണ് തിയേറ്റർ ഗ്രൂപ്പാണ്. ഞാൻ ചിരിച്ചു മീനു. ഞങ്ങൾ എല്ലാരും കൂടെ ഒരു സാധനത്തില ഇങ്ങനെ പറയാണ്ടൊരു ഇത് ഇല്ല കള്ളുപിടിച്ചിട്ടുള്ള സാധനം നല്ല രസമുണ്ടാവും. ഞാൻ പിന്നെ എന്റെ പോസ്റ്ററിൽ ഫോട്ടോ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇതിനകത്ത് മെയിൻ ആണെന്ന് തോന്നുന്നു. മെസ്സേജ് അയക്കത്തില്ല, അതൊരിക്കലും സംഭവിക്കത്തില്ലല്ലോ. അല്ല അങ്ങനെ മെസ്സേജ് ആയിപ്പോ അങ്ങനെ വിളിച്ച് ആവശ്യങ്ങൾക്ക് വിളിക്കും, എന്തെങ്കിലും സഹായങ്ങൾ അല്ലേ ഞാൻ വിളിച്ചിട്ടില്ലേ അങ്ങനെ വിളിക്കും എല്ലാം. അല്ലാതെ ഡെയിലി വിളിച്ച് ആയിക്കാ അത് കൊള്ളാം ഞാൻ അല്ല പൊതുവെ ആരോടും ഇല്ല കേട്ടോ. ചേച്ചി എന്താണ് പറയുക, തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഞാൻ മഞ്ജു പിള്ളയുടെ കൂടെ അമ്മയാകാനുള്ളൂ. പറയൂ. അതിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഞാനെല്ലാം ഭയങ്കര പക്വതയുള്ള പാകതയുള്ള ഇരുത്തം വന്നൊരമ്മ അല്ലെങ്കിൽ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നു. പക്ഷെ എന്റെ കെട്ടിയോളാണ് മലകയൊക്കെ എന്റെ തനി സ്വഭാവമാണ്. ആൾക്കാർ ഞാൻ വലിയ സീരിയസ് ചെയ്യുമ്പോൾ എല്ലാവരും ചിരിച്ചു എന്നൊക്കെയാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കഥാപാത്രത്തിന് ലക്കും ലഗാനും ഇല്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ പറ്റും. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ വെച്ച് വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ്. ഒന്ന് ഒരുങ്ങിയൊക്കെ ചെയ്യാൻ പറ്റിയൊരു കഥാപാത്രം. അതൊന്നും അല്ല എനിക്ക്, എന്നാലും ഒരു ലക്കും ലഗാനും ഇല്ലാത്തൊരു കഥാപാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലി ഒരു ചെറിയൊരു 2-3 ഷോർട്ട് ക്വസ്റ്റ്യനോടെ കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഷോർട്ട് ക്വസ്റ്റ്യൻ, ഞാനത് അറ്റംപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് പിന്മാറിയ ഒരു സംഭവം, പക്ഷെ ആരോ കുറച്ച് പേരുടെ മോട്ടിവേഷൻ അല്ലെ ഒരാളുടെ മോട്ടിവേഷൻ കാരണം ഞാനത് ചെയ്തു. അത് എന്തുവാ, മൂവി ആണോന്നില്ല, എന്തുവാ കെട്ടിയോളാണോ മലഹ. ഓക്കെ ആണല്ലേ. ഞാൻ അംഗഅട്ടഹാസം ഒരു താല്പര്യമില്ലാതെ എന്നോട് പറഞ്ഞ ക്യാരക്ടറും മാറ്റി ആ സമയമാകുമ്പോഴേ അറിയുന്നത്. ഞാൻ പിന്നെ നമ്മൾ വാക്ക് പറഞ്ഞല്ലേ ചെയ്തിട്ട് വന്നു. അയ്യോ കെട്ടിയോളാണ്ട മലഹ നെഗറ്റീവായിട്ടല്ല കേട്ടോ. ഞാൻ എത്ര ചെയ്തിട്ടും എൻ്റെ ഇപ്പോൾ ഈ സിനിമയിലുള്ള ക്യാരക്ടറാണ് വരുന്നത്. അവർക്കൊരു പാവം ചേച്ചി വരുന്നു, ഞാൻ ആക്ഷൻ പറയുമ്പോൾ പൊട്ടിത്തെറിക്കുക. അവസാനം പാവം തോന്നിയിട്ട് ഞാൻ നിസാമിനോട് പറഞ്ഞു, മോനെ വേറെ ആരെയും വെച്ച് എന്നെ കൊണ്ട് പറ്റില്ല. ലാസ്റ്റ് നിസാം ചേച്ചിക്ക് പറ്റുന്ന പോലെ പെർഫോം ചെയ്യ്, അത് കഴിഞ്ഞല്ലേ ബാക്കി. എന്നിട്ട് ഷൂട്ട് തുടങ്ങാൻ നേരം ഏതാണെന്നറിയാമോ, വൈകിട്ട് പെണ്ണ് കണ്ടിട്ട് വരുന്ന സീനാണ്. അവസാനം എന്നോട് ഇനി വൈകിട്ട് 9:30 വരെ സമയമുണ്ട്, ചേച്ചിക്ക് പറ്റുന്ന പോലെ ഞാനൊന്ന് കരഞ്ഞു പോയായിരുന്നു അന്ന്. ഇത് എനിക്ക് ചെയ്യാൻ മറ്റേ എന്നിട്ട് തങ്കം എൻ്റെ റൈറ്റും എൻ്റെ സ്വപ്നം അന്വേഷിച്ച് തകർക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിയായിരുന്നു ശരിയെന്ന്. ക്യാരക്ടർ കറക്റ്റ്. അതുകൊണ്ട് ഇന്ന് അത് ഗംഭീര കാസ്റ്റിംഗ് കൂടെ ആയിരുന്നു. ശരി, ചേച്ചി മൂവി ആവണമെന്നില്ല കേട്ടോ. ഞാനങ്ങനെ എൻ്റെ മൂവിക്ക് വേണ്ടിയിട്ടും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വേറൊരാൾ മോട്ടിവേറ്റ് ആകുന്ന ഒരാളല്ല ഞാൻ സ്വയം മോട്ടിവേറ്റ് ആകുന്ന ഒരാളാണ്. കാരണം ഞാൻ തീരുമാനിക്കും ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. എൻ്റെ ഇഷ്ടമാണല്ലോ ഞാൻ നോക്കേണ്ടത്, എൻ്റെ ലൈഫ് ഞാൻ നോക്കണം, എൻ്റെ ഫ്യൂച്ചർ ഞാൻ നോക്കണം. സോ എൻ്റെ ഇഷ്ടങ്ങൾ ഒരാൾ മോട്ടിവേറ്റ് ചെയ്താൽ ഈ ക്യാരക്ടർ കൊള്ളാം നീ ചെയ്യിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. എനിക്ക് തോന്നണം ആ ക്യാരക്ടർ എന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ടോ, ആ കഥയിൽ ആ ക്യാരക്ടർ ഓക്കെ ആണെന്നുള്ളത്. അതുകൊണ്ട് സിനിമകളെല്ലാം എൻ്റെ തന്നെ ചോയ്സ് ആയിരുന്നു. വേണ്ടാന്ന് വെച്ചതും എൻ്റെ തന്നെ ചോയ്സ് ആയിരുന്നു, വേണ്ടാന്ന് വെച്ചൊക്കെയായിരുന്നു. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് ഹൈറ്റ് ഇപ്പോഴും. പക്ഷെ ഇപ്പൊ മാറി എനിക്കൊരു ഒരു 8, 9, 10ാമത്തെ നില എത്തുമ്പോൾ തന്നെ എൻ്റെ കാലിങ്ങനെ വിറയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ആക്ച്വലി ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുജിത്തിന്റെ ആ സമയത്ത് ഞങ്ങൾ 14ാമത്തെ നിലയിൽ ഞങ്ങൾ ഇപ്പോഴും ആ ഷോർട്ട് സിനിമ ഓർമ്മയുള്ളവർക്കറിയാം. ഇങ്ങനെ ഞാനും ആ കുട്ടിയും കൂടെ വേദികയും കൂടെ സംസാരിക്കുന്നൊരു സീനുണ്ട് ബാൽക്കണിയിൽ. അത് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ എൻ്റെ കാലിങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് താഴെ നിന്ന് ഇങ്ങനെ ചാട് എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. വരുവാണ് എനിക്ക് അങ്ങോട്ട് ചാടാനുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഹൈറ്റിലുള്ള ഫ്ലാറ്റ് അങ്ങനെ ഒന്നും എടുക്കില്ല, താമസിക്കില്ല. ഹോട്ടലിൽ പോയാൽ തന്നെ ഞാൻ കേർട്ടൻ ഇടും ഫുള്ള്, എനിക്ക് താഴെ കാണാതിരിക്കാൻ. അങ്ങനെയുള്ള ഞാനും എനിക്ക് സിനിമയിൽ അധികം ഫ്രണ്ട്സ് ഇല്ല, വളരെ കുറവാണ്. ആകെ വളരെ ക്ലോസ് ആയിരുന്നു ലളിതാമ്മയായിരുന്നു. ലളിതാമ്മ പോയി. പിന്നെ എനിക്ക് ക്ലോസ് ആയിട്ടുള്ളത് രശ്മി ബോബനും ശ്രീലക്ഷ്മിയാണ്. ഞങ്ങൾ 3 പേരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാറുണ്ട് സിനിമയിൽ. പുറത്തെനിക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം
ഞങ്ങൾ തായ്ലൻഡിൽ പോയ സമയത്ത് പാരാസൈലിംഗ് ചെയ്യാനായിട്ട് എല്ലാവരും അവർക്ക് രണ്ടുപേർക്കും ചെയ്യണം. അതിൽ ശ്രീലക്ഷ്മിക്ക് നടുവിന് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അസുഖമാണ്. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാൻ വേണ്ടി പോയിരിക്കാം. ഞങ്ങൾ അവിടെ ചെന്നിട്ട് രശ്മി പറഞ്ഞു നമ്മളുടെ ഡ്യൂട്ടികളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഇതിൽ മോളിൽ പോയി ചത്തു പോവുകയാണെങ്കിൽ പോട്ടെ, പോവുകയാണെങ്കിൽ പോട്ടെ, എന്റെ ലോണ് മറ്റേ ഇൻഷുർ ചെയ്തിട്ടൊക്കെ ഉണ്ട്, എന്റെ ഫ്ലാറ്റിന്റെ ലോണൊക്കെ. ഞാൻ ഫ്ലാറ്റ് എടുത്തു, വണ്ടി എടുത്തു, മോളെ ഞാൻ സെക്യൂർ ആക്കി, അപ്പം ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയാൽ മോൾക്ക് ഒരു ഇതുമില്ല, ആ ഫ്ലാറ്റ് അങ്ങനെ അവൾക്ക് കിട്ടും, എന്റെ വണ്ടി അങ്ങനെ കിട്ടും, എന്റെ മോൾക്ക് ഒരു ബോധറേഷനും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയാണല്ലോ. ഓക്കെ, നീയോ? മണിയെടുത്ത് ചോദിച്ചു. മണി തന്നെ ശ്രീലക്ഷ്മി മണിയെടുത്ത് ചോദിച്ചു. മണിയും പറഞ്ഞു എനിക്ക് നടുവ് മാത്രമേ പ്രശ്നമുള്ളൂ. എന്റെ നടുവ് പോണെങ്കിൽ പോട്ടടി, കിടപ്പാകണേ കിടപ്പാകട്ടെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല എന്ന് പറഞ്ഞു. രശ്മിയുടെ മോട്ടിവേഷനിൽ ഞങ്ങൾ അന്ന് പാരാസൈലിംഗ് ചെയ്തു. അതെനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സാധനം. അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ, കാരണം ഹൈറ്റ് പേടി, കുറച്ച് ദൂരം പോയി സാധനം. നമ്മുടെ ഈ മുകളിൽ ഇത് ഇപ്പൊ കാണുന്നില്ലേ ഓരോന്ന്, മറ്റേ ഈ ഓരോന്ന് പൊട്ടി താഴെ വീഴുന്നത് അതൊക്കെ കാണുന്നില്ലേ? വീടിന്റെ അടുത്തൊരു പുള്ളിക്കാരത്തി പോയിട്ട്, അപ്പൊ അതിനകത്ത് ആകെയുള്ളൊരു സാധനം ഇത് കുറച്ചു ദൂരം പോയിട്ട് ഇത് താഴെ കടലിൽ കൊണ്ടുപോയിട്ട് വീണ്ടും മുക്കി ഇങ്ങനെ എടുക്കും. ഞാൻ പറഞ്ഞു അത് മാത്രം ചെയ്യണ്ട, അല്ലാതെ ഇരിക്കാന്ന് പറഞ്ഞു. കുറേ ദൂരം ഞാൻ ഇങ്ങനെ പോയിട്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, കുറച്ച് ദൂരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ണടച്ചാ പോയത്. ഞാനിങ്ങനെ പതുക്കെ കണ്ണിങ്ങനെ തുറന്നപ്പം ചുറ്റും കടലാണ്, വേറൊന്നും കാണാൻ മേല, സീ ഫുള്ള്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി കരയായിരുന്നു. എത്ര നേരം കരഞ്ഞു എന്ന് എനിക്കറിയില്ല. കരഞ്ഞിട്ട് ഞാൻ അലറി, കരഞ്ഞുകൊണ്ട് അലറി. അന്ന് എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ദുഃഖങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെ സ്ട്രെസ് ഉണ്ടായിരുന്നു, എന്തിലൂടെ ഞാൻ കടന്നുപോയി, അതെല്ലാം ഞാൻ ആ അലർച്ചയിലും കരച്ചിലും തീർത്ത് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഭൂമിയിൽ ലാൻഡ് ചെയ്തത്, തിരിച്ച് കറങ്ങി വന്നിട്ട്. പിന്നെ ഈ 3 പേരും വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ആ ഒരു നിമിഷം നമുക്ക് പറയാൻ പറ്റില്ല 3 പേരുടെയും. പക്ഷെ ഫസ്റ്റ് ഞങ്ങൾ ചോദിച്ചത് മണി നിന്റെ നടുവ് പിന്നൊന്നും നോക്കാനില്ല, കാരണം മണിക്ക് ഓക്കെ തിരിച്ചു വരണമല്ലോ. ആ ഒരു നിമിഷം എനിക്ക് മറക്കാൻ പറ്റില്ല. അന്ന് രശ്മിയുടെ മോട്ടിവേഷനിൽ ഞങ്ങൾ കയറിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ പേടിച്ചേനെ. എനിക്കിപ്പോ ഹൈറ്റ് പേടിയില്ല. ലൈഫിൽ ഏറ്റവും പേടിയുള്ള ഒരു കാര്യത്തിന്റെ അത് ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് ജിന്ദഗി നാ മിലേഗി ദുബാര. അത് തന്നെ ആയിരുന്നു ആ മൂവി. എത്ര പ്രാവശ്യം എന്റെ മോളെ ഞാൻ ഇപ്പോഴും അതിനെ വിടില്ല. മറ്റേ എന്ത് ജമ്പിങ്, ബങ്കി ജമ്പിങ് അങ്ങനെയുള്ള സാധനങ്ങൾ വിടില്ല. ഞാനിത് ചെയ്യാൻ പറഞ്ഞു മക്കളെ അമ്മ ഇത് ചെയ്യാൻ പോവാന്ന് വെച്ചപ്പോ അവളുടെ വക കുറെ ചീത്ത, നിങ്ങൾ പാരാസൈലിംഗ് ചെയ്തില്ലേല്ലോ. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു മോനെ അമ്മയ്ക്ക് പോവാ, അമ്മ മരിച്ചു കുഴപ്പമില്ല, ഇനിയും ജീവിക്കാനുണ്ടോ എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ സമ്മതിക്കില്ല അവളെ. ചേച്ചിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല, ചെയ്താലല്ലേ അറിയുള്ളൂ. ഇപ്പോഴും മോട്ടിവേഷനിൽ വീഴാത്ത ഒരേ ഒരു കാര്യമുള്ളൂ ചെയ്യാൻ പറ്റാത്ത, പാമ്പിനെ പിടിക്കുക. എനിക്ക് എലിയെ ഭയങ്കര പേടിയാ. എനിക്കും പാമ്പ് അടുത്തൂടെ എന്ത് മോട്ടിവേറ്റ് ചെയ്താലും എനിക്ക് എലി അടുത്തൂടെ പോയാൽ അന്ന് എനിക്ക് പിന്നെ പറ്റൂല. ഒരു പ്രാവശ്യം ശ്വാസം ഇതായി പോയിട്ടുണ്ട്, അത്രയ്ക്ക് പേടിയാ. ഞാൻ ഭയങ്കര പേടിയാ. ഓരോന്നിനോട് നമുക്ക് ഇത് കാണുമല്ലോ ഒരിതാ. എനിക്ക് എൻ്റെ പേടി മാറ്റാണ് ഞങ്ങളൊരു കസിൻ ചത്ത് എലിയെ കൊണ്ട് വെച്ചിട്ട് അത്രയും പേടി. ഞാൻ ഈ നമ്മുടെ ചെറുപ്പുങ്കപ്പള്ളിയിലൊക്കെ കഴുന്ന പോലെ എടുത്ത് വെക്കുന്ന ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തതാ. പക്ഷെ ഒന്നും ഒരു മാറ്റം നടന്നിട്ടില്ല. വിറക്കുണ്ടൊക്കെ ഇതേപോലെ അതിയായ പേടിയാ, ഭയങ്കര പേടി. പാമ്പിന്റെയും വീഡിയോസ് ഒന്നും കാണത്തില്ലായിരിക്കുമല്ലോ. അപ്പം മാറ്റില്ലേ? ഇക്കോ ഇങ്ങനത്തെ പേടി ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഭയമേ ഇല്ല. പറയുമ്പോൾ അതിശയക്തി വന്നു. ആന ഓടിച്ചിട്ടുണ്ട്. ആന ഓടിച്ചിട്ടുണ്ടോ? എൻ്റെ ആന ഓടിച്ചത് എൻ്റെ ഉമ്മ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മ ഫെയിൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത് ഫാദർ അന്ന് ഇടുക്കി SP ആയിരുന്നു. മറയൂരിൽ ഒരു ഇതിൽ പോയിട്ട് തിരിച്ച് പോകുന്ന വഴി ഞങ്ങൾ ഒരു ജീപ്പിലാണ്, ഞാൻ ബാക്കിലെ ജീപ്പിലായിരുന്നു, ഫാദറും മദറും ഒക്കെ ഫ്രണ്ടിൽ പോലീസ് കാറിലായിരുന്നു സ്പീഡ്. അപ്പോൾ മറയൂരിലന്ന് ഈ ആനയൊക്കെ സൈഡിൽ കൂടി പോകും, കാട്ടാനയൊക്കെ സൈഡിൽ. അത് പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒന്ന് നിർത്തിച്ച ഒരു ആദിവാസി സഹോദരനോട് വണ്ടി എടുത്ത് അവിടെ ആന. അപ്പോൾ വണ്ടി അവിടെ നിന്ന് ഞാൻ
മൂത്രമൊഴിക്കാൻ വേണ്ടി പോയതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മോഴ ഭയങ്കര ഡേഞ്ചറസാണ്. അപ്പോൾ 2 കുട്ടികൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്ന പയ്യന്മാരും അതിലെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പം തള്ളല്ല എന്ന് പറയാൻ അതിൻ്റെ തെളിവുള്ളതുകൊണ്ടാണ്. എത്ര ഏത് പ്രായത്തിലായിരുന്നു? എനിക്ക് 21 വയസ്സ്. അപ്പോൾ ആ മോഴ ഇങ്ങനെ വന്ന് അവനിങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കി. ഞാൻ വളരെ കൂളായിട്ട് വീട്ടിൽ നിന്ന് പറയുന്നുണ്ട് ആന വരുന്നുണ്ടെന്ന്. ഈ തിട്ടേ കൂടെ ആന എന്നെ ഓടിച്ചു. ഉമ്മ കാണുന്നത് ആന ഓടുന്നതും ഞാൻ ഇതിലെ സൈഡിൽ നടന്നു വരുന്നതും. മോഴയുടെ ഒരു ഇതെന്താ പറയുക, ഭയങ്കര ഡേഞ്ചറസ് ആണ് മോഴ. ആണും പെണ്ണും കെട്ട ഒരു ഇതാണ് മോഴ ഇതെന്ന് പറഞ്ഞത്. വണ്ടി ആണിലും ഇതിന് രണ്ടും ഇല്ലാത്തതാണ് മോഴ. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ തീർത്തളയും. അപ്പോൾ ഈ തിട്ടേന്ന് അവന് ചാടാൻ പറ്റിയില്ല. ഒരു തിട്ട ഉണ്ടല്ലോ. പക്ഷേ ഈ ജീപ്പിൽ എല്ലാവരും ഞങ്ങളെല്ലാം കയറി വണ്ടി എടുത്ത് ഓടി. എനിക്കിതൊരു കൗതുകമായിട്ടോ തോന്നി. ഭയമില്ല. ഈ 2 കുട്ടികളില്ലേ ഫോട്ടോഗ്രാഫേഴ്സ്, അവർ കറക്റ്റായിട്ട് ഇവൻ ഇറങ്ങി ഒരു 150 കിലോമീറ്റർ ജീപ്പിൻ്റെ കൂടെ അവൻ ഓടിയെന്ന് ആയിരിക്കണം. 150 മീറ്റർ ഇവൻ അതിൻ്റെ കൂടെ ഓടി. ആ ഫോട്ടോ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആന ഓടിക്കുന്നത് ഇവരെടുത്ത പിള്ളേരെടുത്ത ഫോട്ടോ. പിന്നെ ചിന്നാറിലെ ചിന്നമളി എന്ന് പറഞ്ഞ ഫാദർ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ആ വീട്ടിലുണ്ടത്. ഞാനത് എടുത്തിട്ട് ഞാൻ അയച്ചു തരാം. ശരി ശരി. ഇവനെ ഓടിക്കുന്നത് ഇവൻ കറക്റ്റായിട്ട് ആ ജീപ്പിൻ്റെ ബാക്കിൽ നിന്ന് പിള്ളേരെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ തള്ളാന്ന് പറയാതിരിക്കാൻ പറ്റിയായിരുന്നു, തെളിവുണ്ടെന്ന് പറയാം. നമുക്ക് എന്തായാലും പ്ലേസ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഭാഗ്യമല്ല, അങ്ങനെ ഒരു വിഷയം അനുഭവം ഓടിക്കുന്ന ആനയ്ക്ക്. അതായത് പാമ്പ് ഓടിക്കുമ്പോൾ നേരെ ഓടുക. പാമ്പ് ഇങ്ങനെ വളഞ്ഞ് വരുന്നു. ആന ഓടിക്കുമ്പോൾ വളഞ്ഞ് ഓടാവും. ആനയ്ക്ക് ഒരിക്കലും ഒരു ഇതിൽ പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റത്തില്ല. കണ്ണിൻ്റെ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവങ്ങൾ. പിന്നെ ഫാദർ എന്നെ ഹോഴ്സ് റൈഡിങ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കുതിര ഉണ്ടായിരുന്നു എനിക്ക്. അവരുണ്ട്. അപ്പോൾ എനിക്ക് അത്തരം കാര്യങ്ങളിലൊന്നും, പിന്നെ എനിക്ക് ഇഷ്ടമല്ല ഈ പൂച്ച. പേടിയൊന്നുമല്ല, ഒരു വെറുപ്പ്. പൂച്ച എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പൂച്ച പെറ്റ്സിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പൂച്ചക്കണ്ണോണ്ടായിരിക്കാം. പക്ഷെ പൂച്ച ഇപ്പോ അങ്ങനെ ഇതുവരെ ദൈവം സഹായിച്ച അങ്ങനെ ഒരു ഭയപ്പെടേണ്ടത് മനുഷ്യന്മാരെ ആണെങ്കിലും ഭയമില്ല. മഞ്ജു പിള്ള എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു നെയിം പറയുമ്പോൾ ഒരു കുടുംബ പ്രേക്ഷകരുടെ ഒരു വ്യക്തി, അവരുടെ ഒരു സ്വന്തം ആള്, ഞങ്ങൾ ആർക്കും കൊടുക്കില്ല. അല്ല, അതൊരു ടാഗാണ്. അത് ഇറ്റ്സ് ഓൾവേസ് എ ഹാപ്പിനെസ് ഫോർ us. അല്ലെ, ആൾക്കാർ ഇപ്പോൾ ഷോ ചെയ്യുമ്പോഴാണെങ്കിലും, ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ടൊരു കൊച്ചുകുട്ടി ഇങ്ങനെ ആരെയാണ് കൂടുതൽ ഇഷ്ടം, അപ്പോൾ നിങ്ങൾ 3 പേര് ചോദിച്ച് എനിക്ക് മഞ്ജു ചേച്ചിയാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ കാരണം എന്താ പറയുമ്പോൾ മഞ്ജു ആൻറ്റി ആണെങ്കിൽ ചെറിയ പിള്ളേരുടെയൊക്കെ അടുക്കെ വളരെ സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അച്ചോടാ. അപ്പോൾ ആ ഒരു ഈവൻ ഒരു ഏജ് ബാരിയർ ഇല്ലാതെ ആൾക്കാരെ നമ്മളെ ഇഷ്ടപ്പെടുമ്പം കിട്ടുന്നൊരു എക്സ്ട്രാ ഹാപ്പിനെസ് പരിപാടിയുണ്ടല്ലോ, ആ കുടുംബ പ്രഷർ, അതെങ്ങനെ എൻജോയ് ചെയ്യുന്നത്? അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. താങ്ക് ഗോഡ്. കാരണം കുട്ടികളുടെ അടുത്ത് നിന്ന് ഇഷ്ടം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ഉള്ള 2 ഏരിയയാണ്. ഒന്ന് അമ്മമാരും, ഒന്ന് കുഞ്ഞുങ്ങളും. എൻ്റെ വീക്ക്നെസ് ആണ്. കാരണം അത് എൻ്റെ അമ്മയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ഈ പറഞ്ഞ പോലെ വീക്ക്നെസ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. സെക്കൻഡറി എൻ്റെ മോളാണ്. അപ്പോൾ ഇവർ 2 പേരുമാണ് എൻ്റെ ലോകം. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞുങ്ങളെന്ന് പറയുന്നതും അമ്മമാരെന്ന് പറയുന്നതും എനിക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻ്റാണ്. അവരടുത്തുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് വൈബാണ്. മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നവരാണ് അമ്മമാർ. കള്ളത്തരമില്ലാതെ സ്നേഹിക്കുന്നവരാണ് അമ്മമാർ. അച്ഛന്മാരും അങ്ങനെയാണ്, അല്ല എന്നല്ല. പക്ഷേ എൻ്റെ ഇത് ഞാൻ പറയാം, അതുപോലെ കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ. സോ ഈ 2 ഏരിയയിൽ നിന്ന് സ്നേഹം കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് 2ഉം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന പ്രോഗ്രാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെയാണ്, ഞാൻ പൊതുവെ ഇങ്ങനെ ഒരു മുഖംമൂടി അണിഞ്ഞ് സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും. ഞാൻ ഇക്ക തന്നെ ഇക്ക
ഒരു പ്രാവശ്യം കൊളാബ് ചെയ്ത് എന്തോ സാധനം അയച്ചപ്പോഴത്തേക്കും ഞാൻ കൊളാബും ചെയ്ത് കൊടുത്ത് സ്റ്റോറി ഇട്ടു. അപ്പൊ ഇക്ക പറഞ്ഞു അത് കൊളാബും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് റീച്ച് കിട്ടും, അതാണെന്ന് പറഞ്ഞു. ഞാൻ ഷൂട്ടിനെടുത്തേക്ക് ഞങ്ങൾ ഇവിടെ മനുഷ്യ ആദ്യം അത് കൊളാബ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടത്, നിങ്ങൾ എടുത്ത് നോക്ക് അത് കൊളാബാണോ സ്റ്റോറി ആണോ, ചുമ്മാ അവിടെ ഇവിടെ ആയി നോക്കി നടന്നിട്ട് ഓരോന്നും പറഞ്ഞു. ഞാൻ വോയിസ് മെസ്സേജ് അയച്ചെന്നേ, എന്റെ സ്വഭാവം അറിയാം. അതുകൊണ്ട് ഓക്കെ സോറി 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 സോറി. അപ്പൊ എന്ത് പറഞ്ഞു, തിരിച്ചെന്ത് പറഞ്ഞു? സോറി സോറി സോറി. ഞാൻ ഇങ്ങനെയാണ്, എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ഇങ്ങനെയാണെന്നുള്ളത്. പിന്നെ എന്റെ കംഫർട്ട് സോണിൽ ഞാൻ ഇങ്ങനെ പെരുമാറത്തുള്ളൂ. അല്ലാത്തവരടുത്ത് ഞാൻ ഹലോ എന്തൊക്കെയുണ്ട് സുഖമാണോ ആ ഒരു ഇപ്പം തീർച്ചയായിട്ടും അല്ലേ അങ്ങനെയാണ്. ചില ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരുടെ എനിക്കത് പറ്റില്ല. കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. അപ്പൊ എന്തായാലും ഈ 24th LURK ലർക്ക് എന്ന് പറയുന്നത് അതായത് പതുങ്ങിയിരിക്കുക. ആ യെസ്. അപ്പോൾ ആ മൂവി റിലീസാകുമ്പോഴാണ്. ഇതിന് ഓൾ ദ വെരി ബെസ്റ്റ്. ഇപ്പം 3 പേരേ ഉള്ളെങ്കിലും ഇതിൻ്റെ ഒരു ഗംഭീര ക്രൂ ഉണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, സഹിച്ചേട്ടനുണ്ട്, പ്രശാന്ത് ഏട്ടനുണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ ഓൾ ദ വെരി ബെസ്റ്റ് തരുവാണ്. സെലിബ് ഷോ ആയിരിക്കും അല്ലേ 24th? 24th സെലിബ്രേഷൻ ഷോ ഉണ്ടാവും. ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെല്ലാവരും ഉണ്ടാവും. അപ്പം അടിച്ചു പൊളിക്കാം. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. യെസ്.